ചരിത്രപ്രസിദ്ധമായ കാളപ്പോരിന്റെ ദിനങ്ങളാണ് സ്പെയിനിൽ വരാനിരിക്കുന്നത്. നഗരത്തിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള പാംപ്ലോണിയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ സ്പാനിഷ് ഫുട്ബോൾ ആരാധകരുടെ മനസ്സിപ്പോൾ 4400 കിലോമീറ്റർ അകലെയുള്ള അറ്റ്ലാന്റയിലെ മെഴ്സഡസ് ബെൻസ് സ്റ്റേഡിയത്തിലാണ്. 16 കൊല്ലം മുൻപ് കൈവിട്ടുപോയ കിരീടം തിരികെ പിടിക്കാൻ കാളക്കൂറ്റന്മാർ തയ്യാറെടുക്കുകയാണ്. ഒരു കാലത്ത് ലോക ഫുട്ബോളിനെ അടക്കി വാണിരുന്ന ടീമാണ് സ്പെയിൻ. 2008 മുതൽ 12 വരെയുള്ള സുവർണ കാലഘട്ടം എടുത്തു പറയണം. സ്വന്തമായുള്ള ടിക്കി ടാക്ക സ്റ്റൈൽ, പന്തടക്കം കൊണ്ട് ഏത് വമ്പന്മാരെയും വട്ടം കറക്കുന്ന സംഘം. സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ്, റാമോസ്, കസിയസ്, പീക്കെ, ഡേവിഡ് വിയ, ഫെർണാണ്ടോ ടോറസ്. എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വൻ തോക്കുകൾ കൊണ്ട് സ്പെയിനിന്റെ ആയുധപ്പുര നിറഞ്ഞിരുന്നു. വിസന്റെ ഡിൽ ബോസ്കയുടെ പടയാളികൾ അത്ര കരുത്തരായിരുന്നു. 2 യൂറോ കപ്പും സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ലോകകപ്പും നേടിയ ലാറോസ അന്ന് ഇൻവിസിബിൾസ് ആയിരുന്നു. കാലം പതിയെ മാറി. ടിക്കി ടാക്ക ശൈലി ഔട്ട്ഡേറ്റഡ് ആയി. പന്ത് കാലിൽ നിർത്തുന്നതിൽ സ്പെയിൻ അപ്പോഴും അമാനുഷികത കാട്ടിയിരുന്നു. പക്ഷേ ഗോൾ മാത്രം വന്നില്ല. പിന്നീട് വന്ന ഓരോ ലോകകപ്പിലും ടീം നിരാശപ്പെടുത്തി. പഴയ പ്രതാപം നഷ്ടമായി. ആർക്കും അനായാസം തോൽപ്പിക്കാവുന്ന ടീമായി സ്പെയിൻ മാറി. എന്നാൽ പതനത്തിലേക്ക് വഴുതി വീഴുന്നതിനിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വീണ്ടും ആ സംഘത്തിലേക്കെത്തി. യുവരക്തങ്ങൾക്ക് കളിയോതി കൊടുക്കാൻ ലൂയിസ് ഡെലാഫുവിൻ്റെയും ടിക്കി ടാക്കയോട് കോച്ചും കളിക്കാരും ഏതാണ്ട് വിട പറഞ്ഞു. ഗോളടി തന്നെയാണ് ഫുട്ബോളിൻ്റെ മർമ്മമെന്ന് ടീം വീണ്ടും തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സ്പെയിനിൻ്റെ ഷെൽഫിലെത്തിയ കഴിഞ്ഞ യൂറോ കിരീടം. പല വമ്പന്മാരുടെയും അവസാന ലോകകപ്പാണല്ലോ ഇത്. എന്നാൽ ചില യുവതുർക്കികൾ ആദ്യമായി വിശ്വവേദിയിൽ പന്ത് തട്ടാനും എത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ എല്ലാവരുടെയും കണ്ണും തലച്ചോറും കാത്തിരിക്കുന്നത് ഒരു 18-കാരൻ്റെ ഫുട്ബോൾ നൃത്തം കാണാനാണ്. സ്റ്റാർ ബോയി ലമീൻ യമാൽ. സ്പെയിനിലേക്ക് വീണ്ടും കിരീടമെത്തിച്ച കഴിഞ്ഞ യൂറോ കപ്പിലെ മികച്ച യുവതാരം, ഗ്ലോബ് സോക്കർ പുരസ്കാര ജേതാവ്, കഴിഞ്ഞ 2 വർഷത്തെയും മികച്ച യുവതാരം, സ്പാനിഷ് ലീഗിലെ ഇക്കഴിഞ്ഞ സീസണിലെ മികച്ച താരവും യമാൽ തന്നെ. പുരസ്കാരങ്ങൾ അവിടെ നിൽക്കട്ടെ. അസാമാന്യ മെയ്വഴക്കവും ഏത് ആംഗിളിൽ നിന്നും പന്തിനെ മഴവില്ലഴകിൽ ഗോളിലേക്ക് എത്തിക്കാനുമുള്ള കഴിവാണ് യമാലിനെ ശ്രദ്ധേയനാക്കുന്നത്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റൊരു ഇതിഹാസ താരം നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ കാട്ടുന്ന ആ മാന്ത്രികത ഈ 19-കാരനും ആവർത്തിച്ചേക്കാം. യമാൽ മാത്രമല്ല, സാവിയും ഇനിയസ്റ്റയും പന്ത് തട്ടിയിരുന്നത് പോലെ സ്പെയിനിൻ്റെ മധ്യനിരയിൽ കളിമെനയാൻ പെഡ്രിയും ഗാവിയും ഒൾമോയുമൊക്കെ ടീമിലുണ്ട്. ഒരേ ക്ലബിൽ കളിക്കുന്നവർ, അതിലുപരി നല്ല മനപ്പൊരുത്തമുള്ളവർ. ഗോളടിച്ചു കൂട്ടാൻ ഫെറാൻ ടോറസും ഒയർസബാളും വിക്ടർ മ്യൂനസും. യമാൽ വലതുവശത്ത് അപകടം വിതയ്ക്കുമ്പോൾ മറുപുറത്തു നിന്ന് ആക്രമണങ്ങളുടെ വേലിയേറ്റം തീർക്കാൻ നിക്കോ വില്യംസ് ഉണ്ട്. പ്രതിരോധ കോട്ടയിൽ യുവത്വത്തിനും പരിചയസമ്പത്തിനും ഒരുപോലെ കോച്ച് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഉനായ് സിമോൺ, ഡേവിഡ് റയ, ജോയാൻ ഗാർസിയ എന്നീ മിന്നും ഗോളികൾ ആരായാലും അവർ ഗോൾ വലയ്ക്ക് മുന്നിൽ നിലയുറപ്പിക്കുമ്പോൾ എതിരാളികളുടെ ബൂട്ട് വിറയ്ക്കും. ഗ്രൂപ്പ് സ്റ്റേജിൽ ഉറുഗ്വയാണ് സ്പെയിനിൻ്റെ പ്രധാന എതിരാളികൾ. മുന്നോട്ടുള്ള പോക്കിൽ കാര്യമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒന്നും ഉണ്ടായില്ലെങ്കിൽ സെമി ഫൈനലിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഒരുപക്ഷെ ഈ ലോകകപ്പ് ആര് നേടുമെന്ന് തീരുമാനിക്കുന്ന ഏറ്റവും നിർണായക മത്സരം അതായിരിക്കും. യുവത്വത്തിൻ്റെ പ്രസരിപ്പാണ് സ്പെയിൻ്റെ കരുത്ത്. എന്നാൽ ലമീൻ യമാൽ ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലാണ്. പ്രതിരോധ നിരയിലും ആശങ്ക കാണുന്ന ചിലരുണ്ട്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എങ്കിലും ലോക കിരീടം ചൂടാൻ സാധ്യതയുള്ള 3 ടീമുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാണ്ട് എല്ലാവരും അതിൽ സ്പെയിനിൻ്റെ പേര് പറയും. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമൊക്കെ ബൂട്ടഴിക്കുന്ന ലോകകപ്പിൽ കിരീടം ചൂടുക ലമീൻ യമാൽ ആയിരിക്കുമോ? കാത്തിരുന്നു കാണാം.